ഇവിടെ മലേഷ്യയിൽ ഈ ഒരു സ്ഥലത്ത് മാത്രം ഗാംബ്ലിംഗ് ലീഗലാക്കിയിട്ടുണ്ട്. അപ്പൊ കസിനോയിൽ കയറി കളിച്ച് മില്യൺസ് ഉണ്ടാക്കാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. ഇത് കണ്ട ഫ്രണ്ടില് നമ്മളിനി എങ്ങോട്ടാ പോകുന്നതെന്ന് പോലും കാണാൻ പറ്റുന്നില്ല. ആ ഫ്രണ്ടിൽ പോണ കേബിൾ കാർ വിസിബിലിറ്റി പോലും ഇല്ല. കാർത്തിക് സൂര്യൻ ഷസാമൊക്കെ കാണണം, അവര് പറന്നു വരും. അളിയാ നീ കാണുന്നുണ്ടല്ലോ ഇതൊക്കെ. പെട്ടാ ഇത് വെച്ചോ കഴിക്കാൻ പറ്റില്ലാട്ടാ. എങ്ങനെ പിടിക്കണ്ടേന്ന് അറിയാല്ലേ? അള്ളി പ്രാക്ടീസ് ചെയ്തിട്ടൊക്കെ വന്നേക്കാണ്. നമ്മൾ ഒരു വിധത്തിൽ ആ റെസ്റ്റോറന്റിൽ നിന്ന് ബില്ലും കൊടുത്ത് ഇറങ്ങി ഓടി. അൺലിമിറ്റഡ് റൈഡ് പാസ് എന്നാണ് എഴുതിയേക്കണത്. ഇപ്പൊ എല്ലാ റൈഡിലും കയറാൻ പറ്റുമെന്ന് തോന്നുന്നു. അടിപൊളി സാധനം, അടിപൊളി. അങ്കിൾ ആൻഡ് ആന്റി ഫ്രം കൊച്ചി. മലേഷ്യയിലെ ഞങ്ങളുടെ വൺ ഓഫ് ദ മോസ്റ്റ് എക്സൈറ്റഡ് ഡേയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യാണ് സുഹൃത്തുക്കളെ. വാട്ട് ഈസ് ഹാപ്പനിങ് എവരിവൺ? ഐ ആം കാർത്തിക് കൃഷ്ണൻ. വെൽക്കം ബാക്ക് ടു ദ ചാനൽ. എൻ്റെ അമ്മ, ഞാൻ എവിടെ നിന്ന് തുടങ്ങും? പൂച്ച് പറഞ്ഞോളൂ. ഗൈസ്, മലേഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് അട്രാക്ഷൻസിൽ ഒന്നായ ജെൻഡിങ് ഹൈലാൻഡ്സിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇത് ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ ഒരു ഹിൽ സ്റ്റേഷനാണ്. നമ്മളിപ്പോൾ അതിൻ്റെ ബേസിലാണുള്ളത്. ഇത് ഏകദേശം കൊലാലംപൂർ സിറ്റിയിൽ നിന്ന് 1.5 മണിക്കൂർ ഡ്രൈവ് ഉണ്ട് നമുക്ക് ഇവിടം വരെ. ഞങ്ങൾ ഭയങ്കര വെയിലായിരിക്കും ചൂടായിരിക്കും എന്ന് പറഞ്ഞിട്ട് മറ്റേ സൺസ്ക്രീനിലൊക്കെ കുളിച്ചാണ് വന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ വെയിലുണ്ട്, പക്ഷെ ചൂടില്ല. അപ്പോൾ ഈ ഹിൽ സ്റ്റേഷൻ എന്ന് പറയുന്നത് പഹാങ് എന്ന് പറഞ്ഞ സ്റ്റേറ്റിലാണ്. 1965 ഇവിടെ എസ്റ്റാബ്ലിഷ് ആയതാണ്. അതായത് ഇവിടുന്ന് നമ്മൾ കേബിൾ കാറിൽ ഈ മലമുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ റിസോർട്ടും കസീനോസ് ഒക്കെ ആയിട്ട്, ഇവിടെ മലേഷ്യയിൽ ഈ ഒരു സ്ഥലത്ത് മാത്രം ഗാംബ്ലിംഗ് ലീഗലാക്കിയിട്ടുണ്ട്. അപ്പൊ കസീനോയിൽ കയറി കളിച്ച് മില്യൺസ് ഉണ്ടാക്കാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. ഇവിടെ നിങ്ങൾക്ക് കാണാൻ ഇതുണ്ടല്ലേ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ബേസ് ആണ്. അത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ജെൻഡിങ് ഹൈലാൻഡ്സ് പ്രീമിയം ഔട്ട്ലെറ്റ്സ് ആണ് ഇവിടെ കേട്ടോ. ഇങ്ങോട്ട് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ പൈസ കൊണ്ടുവരിക, അത്യാവശ്യം കുറച്ച് കാശായിട്ട് വരിക. നേരത്തെ നമ്മൾ കുറച്ച് വെള്ളം മേടിച്ച് കുടിച്ചതിന് തന്നെ ഏകദേശം 10 റിംഗറ്റായി. പിന്നെയാണ് അറിഞ്ഞത് താഴെ 2 റിംഗറ്റിന്റെ വെള്ളം ഉണ്ടായിരുന്നെന്ന്. അതുകൊണ്ട് ആദ്യമേ ചാടി കാണുന്നൊന്നും ചാടി കയറി മേടിക്കരുത്. അപ്പൊ നമ്മളിപ്പോ ഇനി ഈ ബേസിൽ നിന്നും ഇത് കണ്ടോ, അവാന സ്കൈ സെൻട്രൽ എന്ന് എഴുതിയേക്കുന്നത്, അതാണ് നമ്മളുടെ കേബിൾ കാർ സ്റ്റേഷൻ. അപ്പോൾ അവാന സ്കൈ സെൻട്രലിലേക്ക് നമ്മൾ പോയിട്ട് അവിടെ നിന്ന് കേബിൾ കാറിൽ കയറുന്നു മുകളിൽ. അതെ, വീണ്ടും അത് പ്ലെയിൻ അല്ല കേട്ടോ, കേബിൾ കാറാണ്. ആൻഡ് സ്കൈട്രോപോളിസ് എന്ന് പറഞ്ഞൊരു പാർക്കിലേക്ക് നമുക്ക് എൻട്രി ടിക്കറ്റ് ഉണ്ട്, അത് ഇൻക്ലൂഡഡ് ആണ്. ബൈ ദ വേ നമ്മൾ ട്രാവൽ ചെയ്യുന്നത് ക്ലബ് ഡബ്ല്യൂൻ്റെ ഒപ്പമാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒഫീഷ്യൽ ട്രാവൽ പാർട്ണറായ ക്ലബ് ഡബ്ല്യൂ ആണ് നമ്മളുടെ ഈ ട്രിപ്പ്. അതിമനോഹരമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? നമുക്ക് അതെ, ഒരു ബോറടി ഇല്ലാതെ വെൽ ഓർഗനൈസ്ഡ് ആയിട്ടാണ് നമ്മളുടെ ട്രിപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം ഓൺ ടൈമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ടൂർസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ക്ലബ് ഡബ്ല്യൂവിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് നമ്പറും ബാക്കി വെബ്സൈറ്റ് ഇൻഫർമേഷൻ എല്ലാം സ്ക്രീനിലും ഉണ്ട്, അതുപോലെ ഡിസ്ക്രിപ്ഷനിലൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യുക. കിഡിലൻ കസ്റ്റമൈസ്ഡ് പാക്കേജസ് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നിങ്ങൾക്ക് ചെയ്ത് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി എസ്കലേറ്റർ കയറി സ്കൈവേയിലേക്ക് പോവാം. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ടിക്കറ്റ് 2 പേർക്കുള്ളത്. ഇത് സ്കാൻ ചെയ്തിട്ട് വേണം പോകാനായിട്ട്. ഇവിടെയാണ് സ്കാൻ ചെയ്യേണ്ടത്, പുള്ളിയുടെ കൊടുത്താൽ മതി എന്നാണ്. നല്ല ഭീകര ക്യൂ ആണ് കേട്ടോ ഇവിടെ കയറാനായിട്ട്. ചിലപ്പോൾ നമ്മൾ കയറുന്നതിൽ വേറെ ആൾക്കാരൊക്കെ ഉണ്ടാവുമായിരിക്കും. തിരക്ക് കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നു. നമുക്ക് ഒറ്റയ്ക്ക് കിട്ടുമോയെന്ന് അറിയില്ല. നമ്മൾ ഒറ്റയ്ക്ക് പ്രൈവറ്റായിട്ട് പോകാമെന്നൊക്കെ വിചാരിച്ചത്. നമുക്ക് നോക്കാം. ഗൈസ്, ഇതാണ് നമ്മൾ പോകാൻ പോകുന്ന കേബിൾ കാർ. ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ വന്നിട്ട് ഇത് മൂവ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ ജസ്റ്റ് തുറക്കുമ്പോൾ ആ ചെറിയതായിട്ട് മൂവ് ചെയ്യുമ്പോൾ തന്നെ അകത്തിരിക്കുന്ന ആൾക്കാർ ചാടി പുറത്തിറങ്ങും. എന്നിട്ട് ഇത് അപ്പുറത്തെ സൈഡ് വരുമ്പോൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അവിടെ നമ്മൾ ചാടി കയറണം. ഓക്കെ, ചാടി കയറിക്കോളാം കേട്ടോ. ഓക്കെ ഗൈസ്, അങ്ങനെ ഓൾമോസ്റ്റ് നമ്മളുടെ ഊഴം എത്തിയിരിക്കുകയാണ് കയറാനായിട്ട്. നമ്മുടെ വണ്ടി വന്നു. ടേക്ക് ലെഫ്റ്റ് സൈഡ്. കേബിൾ കാർ കയറി. താങ്ക് യു. ഞങ്ങൾക്ക് ഈ ലെഫ്റ്റ് സൈഡ് പിടിക്കണമെന്നുണ്ട്. കാര്യം എന്താ വെച്ചാൽ ഇവിടെ നമ്മൾ കണ്ട ഇങ്ങനെ സ്ട്രെയിറ്റ് നമുക്ക് വ്യൂ കിട്ടും. അവിടെ ഇരുന്നാൽ വെറുതെ ആൾക്കാരെ കിട്ടുള്ളൂ. വണ്ടി വിട്ടിരിക്കുകയാണ്. എൻ്റെ പൊന്നെ, എങ്ങനെയുണ്ട് വ്യൂ? അടിപൊളിയല്ലേ? സൂപ്പർ അല്ലേ? പിന്നെ ഇവിടുത്തെ കുറച്ച് കിടിലൻ വിഷ്വൽസ് ഞാൻ കാണിച്ചു തരാം. സ്വർഗലോകത്തേക്ക് അടുത്തോണ്ടിരിക്കുന്ന പോലെ. ഇതുണ്ട്, ഇവിടെയൊക്കെ വലിയ ബിൽഡിങ്സ് ഉണ്ട്, അതൊന്നും കാണാൻ പോലും പറ്റുന്നില്ല. മൊത്തം ഫോഗ്, നല്ല കാറ്റുണ്ട്. അപ്പൊ ഈ കാറ്റത്ത് ഇതിങ്ങനെ ആടിയാണ് കേട്ടോ പോകുന്നത്. ഹൈറ്റ് പേടിയുള്ളവർക്ക് ചിലപ്പോൾ നല്ല ടെൻഷൻ ആണ്. നോക്കിയാൽ റോഡൊക്കെ അത്രയും ദൂരെയായി റോഡ്. അമ്പോ, ഇതൊരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട സാധനമാണ് അല്ലേ? ഇത് കണ്ട ഫ്രണ്ടിൽ നമ്മളിനി എങ്ങോട്ടാ പോകുന്നതെന്ന് പോലും കാണാൻ പറ്റുന്നില്ല.
ആ ഫ്രണ്ടിൽ പോണ കേബിൾ കാർ വിസിബിലിറ്റി പോലും ഇല്ല. അതുണ്ട്, അത് ദൂരേക്ക് എങ്ങോട്ടോ മാഞ്ഞു പോയി, നമ്മളും പുറകെ പോവാണ്. ഗൈസ് അങ്ങനെ സ്കൈ അവന്യൂലേക്ക് നമ്മൾ എത്തിയിട്ട് അപ്പൊ ചെറിയ വിസിബിലിറ്റി വന്നു. ഇവിടെ വേണം നമ്മൾ ഇറങ്ങണം കേട്ടോ. ഇവിടെ ഇതിങ്ങനെ പതുക്കെ മൂവ് ചെയ്തോണ്ടിരിക്കും. അപ്പൊ നമുക്ക് ചാടി ഇറങ്ങണം. പയ്യെ മൂവ് ചെയ്തോണ്ടിരിക്കും. നമ്മൾ ഇത് കണ്ടോ, മൂവിംഗ് ആണ്, ചാടി ഇറങ്ങാം, അത്രേ ഉള്ളൂ. സ്കൈ അവന്യൂ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്റെ മോനെ ഒന്നൊന്നര എക്സ്പീരിയൻസ്. അത് എങ്ങനെ പറയണമെന്ന് എനിക്കറിയാം. ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുന്നത് കണ്ടോ, ഏതോ ഒരു വിദൂരതയെന്ന് പുതിയ കേബിൾ കാർ ഇങ്ങനെ ഉണ്ടായി വരുന്ന പോലെ. ഗെൻഡിങ് ഹൈലാൻഡ്സ് യു ബ്യൂട്ടി, ഹിയർ ഫൈനലി. ആക്ച്വലി കയറാൻ പോണത് ഒരു സ്വപ്ന ലോകത്തേക്കാണ്. ഞാൻ കൂടുതൽ പറയുന്നില്ല, ഞാൻ കാണിച്ചു തരാം. ഇനി എന്താണ് അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ നടന്ന് തന്നെ കണ്ടുപിടിക്കണം. ആദ്യം ഫുഡ് കഴിക്കണ്ടേ? കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ലഞ്ച് കഴിക്കേണ്ട ടൈം ആയി ഓൾറെഡി. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാനായിട്ടൊരു സ്ഥലം കണ്ടുപിടിക്കാം. ആൻഡ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഏകദേശം 6000 മേലെ, എനിക്ക് തോന്നുന്നു 6118 അടി ഉയരത്തിൽ എന്തോ ആണ്. മനസ്സിലായി? നമ്മളിപ്പോൾ എന്താണ് മൗണ്ട് ഉലു കലി എന്ന് പറഞ്ഞൊരു മലയുടെ മുകളിലാണ് ഈ ഗെൻഡിങ് ഹൈലാൻഡ്സ് സ്ഥിതി ചെയ്യുന്നത്. അത് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം അത്രയും ഹൈറ്റ് ഉണ്ട്, 6000 അടിക്ക് മീതെ ഹൈറ്റ് ഉണ്ട്. അതിവിടെ വന്നാൽ ഫീൽ ചെയ്യുകയും ചെയ്യും. നമുക്ക് ഇടയ്ക്ക് പ്രഷർ ഡിഫറൻസ് ഫീൽ ചെയ്യും മറ്റേ ഗൊണ്ടോളയിൽ ഇരിക്കുമ്പോൾ. ആൻഡ് ഇവിടെ നോക്കിയേ, എൻ്റെ മോനെ താഴെ മൊത്തം മറ്റേ ആഘോഷ പരിപാടികളാണ്. കണ്ടോ ഈ സ്ക്രീനൊക്കെ കണ്ടോ? ദുബായ് മോളിൽ വലിയ സ്ക്രീൻ ഉണ്ട്, അതിനെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ ഒത്തിരി ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ബാക്കി പരിപാടികളിലേക്ക് കിടക്കാം. കമോൺ ഗൈസ്. അങ്ങനെ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലെത്തി. ഇവിടെ നോക്കിയ പാരഡൈസ് ഡൈനാസ്റ്റി എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റിൽ ഷെഫുമാരുള്ളിൽ നിന്ന് മത്സരിച്ച ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് വേണമെങ്കിൽ പുറത്ത് നിന്ന് കഴിഞ്ഞാൽ കാണാം. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ എൻ്റെ മോനെ ഈ സ്ക്രീനിൻ്റെ ഒക്കെ ഹൈറ്റ് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്, കണ്ടില്ലേ? പിന്നെ ആൾക്കാരൊക്കെ എങ്ങോട്ടെന്നില്ലാണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു വൈബ് ഒന്നും പറയാനില്ല. അതായത് മലേഷ്യ വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഗെൻഡിങ് ഹൈലാൻഡ്സ് ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഫുഡ് കഴിക്കേണ്ടത് കൊണ്ട് നമ്മൾ ഈ വഴി തന്നെ എടുക്കുകയാണ് അല്ലേ? അപ്പോൾ ഈ വഴി പോയാൽ കുറച്ച് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് കഴിക്കാൻ കിട്ടുമെന്നാണ് വിശ്വസിക്കുന്നത്. നമുക്ക് എന്തായാലും നടന്നു നോക്കാം. നമ്മളിപ്പോൾ സക്കോറ ഏഷ്യൻ ഡിലൈറ്റ്സ് എന്ന് പറഞ്ഞ കടയുടെ ഫ്രണ്ട് വന്നേക്കാണ്. ജസ്റ്റ് ഇവിടുത്തെ റേറ്റ്സ് ഒക്കെ എങ്ങനെയുണ്ട് നോക്കാം. 56 റിംഗിറ്റ്, 48 റിംഗിറ്റ്. അത് അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. പിന്നെ ഇറ്റ്സ് ഒബ്വിയസ് ഇങ്ങനെ ഒരു സ്ഥലമല്ലേ, എന്തായാലും ഉണ്ടാവും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങോട്ട് വരുമ്പോൾ എന്തായാലും ക്യാഷ് കയ്യിൽ കരുതിക്കൊണ്ട് വേണം വരാൻ, ഇല്ലെങ്കിൽ നല്ല രീതിയിൽ പെടാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമുക്ക് അപ്പുറത്തോട്ട് ജസ്റ്റ് നോക്കിയിട്ട് വരാം. നമ്മളിപ്പോൾ ഫസ്റ്റ് വേൾഡ് കോംപ്ലക്സിലേക്ക് എൻ്റർ ആവാണ് സുഹൃത്തുക്കളെ. ഇവിടെ ഇനി കൂടുതൽ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഇതാണ് നമ്മൾ നേരത്തെ കണ്ട റെസ്റ്റോറൻറ്റ്. കൊള്ളാം, നല്ല റെസ്റ്റോറൻ്റ് ആണ്. ഇവിടെയൊക്കെ ആൾക്കാരും കഴിക്കുന്നത്. ഇതിങ്ങനത്തെ ചെറിയ ചെറിയ ഔട്ട്ലെറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. കാർത്തിക് സൂര്യൻ ഷസാമൊക്കെ കാണണം, അവര് പറന്ന് വരും. അളിയാ നീ കാണുന്നുണ്ടല്ലോ ഇതൊക്കെ. ഇവിടെ നമ്മൾ പിക്കാൻ്റെ സുഷി എന്ന് പറഞ്ഞൊരു ജാപ്പനീസ് ഫുഡ് കിട്ടുന്ന ഒരു കടയിൽ വന്നേ കണ്ടോ. ഇവിടെ നമുക്ക് 4.5 റിംഗിറ്റ്, 5.5 റിംഗിറ്റ് അതിനൊക്കെ സാധനങ്ങളുണ്ട്. ബോക്സിന് ഏകദേശം 30 റിംഗിറ്റ്, 35 റിംഗിറ്റ് റേഞ്ചിലുണ്ട് കേട്ടോ. എന്നാലും അത് വലിയ കുഴപ്പമില്ല. ഗൈസ് അങ്ങനെ ഫൈനലി നമ്മൾ റെസ്റ്റോറൻറ്റ് തീരുമാനിച്ചു. ഗ്രാൻഡ് ഇമ്പീരിയൽ ലണ്ടൻ ഡക്ക് എന്ന റെസ്റ്റോറൻറ്റ് കയറാൻ പോവാണ്. ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്, ഇവിടെ ചിക്കൻ ഇല്ല. ഇവിടെ ഡക്ക്, പോർക്ക്, ബീഫ്, അത്രേ ഉള്ളൂ. ഈ 2 സാധനമാണ് നമുക്ക് വേണ്ടത്. ബീഫ് ബ്രിസ്ക്കറ്റ് നൂഡിൽ, അതുപോലെ റോസ്റ്റ് പോർക്ക്. അത് രണ്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാം. അങ്ങനെ ഇപ്പോൾ ഒരു ചേച്ചി വന്ന് ഓർഡർ എടുത്തിട്ട് പോയി. വരുമ്പോൾ അറിയാം എന്താണ് സ്വീറ്റ് ആണെന്ന് പറഞ്ഞു. കാര്യം നമ്മൾ ഒരു സാധനം പോർക്ക് ഡ്രൈയും പറഞ്ഞു, ബീഫിന്റെ സൂപ്പും പറഞ്ഞു. പിന്നെ ഇങ്ങനെ ഒരു സാധനം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇതെന്താന്ന് ചോദിച്ചപ്പോൾ വാൾനട്ട് ആണെന്ന് പറഞ്ഞു. കഴിച്ചു നോക്ക്. ആണോ? മധുരമാണോ? ഞാൻ വാൾനട്ട് എനിക്ക് അങ്ങനെ അത്ര ഇഷ്ടമല്ല. ഒന്ന് കഴിച്ചു നോക്കാം. ഇതെള്ളുണ്ട, കറക്റ്റ് എള്ളുണ്ട ടേസ്റ്റ്. ഇതൊക്കെ വെറുതെ എന്നാണോ ഇതിന് പൈസ മേടിക്കുമെന്നൊന്നും അറിയില്ല. പൈസ അങ്ങനെ പൂജ ഓർഡർ ചെയ്ത സാധനം വന്നു. ഇതെന്താ ബീഫല്ലേ? ഇതാണ് ഐറ്റം. ബീഫ് നൂഡിൽ സൂപ്പ് അല്ലേ? ഇത് ചോപ്സ്റ്റിക്സ് വെച്ച് കഴിക്കണം. അവന്മാര് മറ്റേ തരില്ലേ, ഫോർക്കില്ലേ ഇവിടെ? പെട്ടാ ഇത് വെച്ചാൽ കഴിക്കാൻ പറ്റില്ലാട്ടാ. എങ്ങനെ പിടിക്കണ്ടേന്ന് അറിയില്ല. പിന്നെ അറിയാല്ലേ, അള്ളി പ്രാക്ടീസ് ചെയ്തിട്ടൊക്കെ വന്നേക്കാണ്. അപ്പൊ ഗൈസ് ഞാനൊന്ന് പട്ടിണി. എനിക്ക് ഈ സാധനം ഇങ്ങനെ പിടിക്കാനേ അറിയൂ, അല്ലാണ്ട് ഇത് വെച്ച് എങ്ങനെ അറിയാൻ പാടില്ല സെറ്റപ്പ് എങ്ങനെയാണ്. പൈസ അടുത്തായിട്ട് പൂജ കാണിച്ചു തരും എങ്ങനെ എടുക്കാം. ഒന്ന് പിക്ക് ചെയ്ത് നോക്ക്. അത് വെച്ചിട്ട് എൻ്റെ ഭാര്യയ്ക്ക് അറിയാം. അത്ര ഉള്ള വിട്ടുകളഞ്ഞല്ലേ പൊക്കി. അപ്പോൾ അത് വായവരെത്തണം. അവരോട് ചോദിക്കാം പോർക്കണം. പക്ഷേ ആക്ച്വലി ഇതൊരു ചെറിയ പോർഷനാണ് കേട്ടോ. എനിക്കിപ്പോൾ പോർക്കിൻ്റെ ഇതും പിന്നെ സൈഡിലൊരു കഞ്ഞി പോലെ എന്തോ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ട്. ഇത് പോർക്ക് എവിടെ? ശരഭാന യാത്രക്ഷീണം. ഒരു കാര്യം മനസ്സിലായി, നമുക്ക് പറ്റിയ സാധനമാണ്. മീറ്റ് കഴിക്കാം, പക്ഷെ നൂഡിൽസേ ഒരു സുഖമില്ല. അപ്പോൾ പൂജ പറഞ്ഞ സാധനം ഞാൻ ഒന്ന് കഴിച്ചു നോക്കാണ്. ബീഫ് ഇത് സത്യം പറഞ്ഞാൽ കുത്തിയിട്ട് ഇതെടുക്കാൻ പാട്. ഇത് ആക്ച്വലി മീറ്റ് കൊള്ളാം. നൂഡിൽസ് ആണ് കഴിക്കാൻ പറ്റാത്തത്. ഞങ്ങളിത് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ കേട്ടോ. ഗൈസ് നമ്മൾ ഒരു വിധത്തിൽ ആ റെസ്റ്റോറൻറ്റിൽ നിന്ന്
ബില്ലും കൊടുത്ത് ഇറങ്ങി ഓടി. കാര്യം എന്റെ പൊന്നെ, ഞാൻ വിചാരിച്ചില്ല. ശരിയാണ്, ഞാൻ വിചാരിച്ചു എനിക്ക് അത്യാവശ്യം മീറ്റൊക്കെ കഴിക്കാൻ പറ്റുന്നു. പക്ഷെ മണോന്ന് പറഞ്ഞാണ്ടല്ലോ, ഇത്രയും ഞാൻ സത്യം പറയാൻ പ്രതീക്ഷിച്ചില്ല. ഭയാനകമായിരുന്നു അവിടെ. പക്ഷെ 1500 രൂപ റെസ്റ്റോറന്റ് സ്റ്റാൻഡേർഡ് വെച്ചിട്ട് അത്ര എന്തായാലും വരും. 1500 രൂപയാണ്, അതായത് 84 റിങ്കറ്റാണ് ആയത്. എന്തായാലും വാൾനട്ട് ഉഗ്രൻ ടേസ്റ്റ്. പക്ഷെ അതിനടക്കം ആ ഊളകൾ പൈസ മേടിച്ചെന്നുള്ളതാണ്. അതായത് ആ വാൾനട്ട് ഞങ്ങൾ വിചാരിച്ച് കോംപ്ലിമെന്ററി ആയിട്ട് കൊണ്ടുവന്ന് വെച്ചാണ്. പക്ഷെ 13 റിങ്കറ്റ്. ഇവിടെ വരുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പ്രിപ്പയർഡ് ആയിരിക്കും. അതായത് കൊണ്ടുവന്ന് വെക്കുമ്പോൾ നമ്മൾ വിചാരിക്കും സ്നേഹം കൊണ്ടാണ്. നല്ല ഇവിടെ എല്ലാത്തിനും പൈസ ഉണ്ട് കേട്ടോ. ഇനി മനുഷ്യർ കഴിക്കുന്ന എന്തെങ്കിലും കഴിക്കണം അടുത്തത്. അപ്പം നമ്മൾ ഒരു ഭാഗ്യപരീക്ഷണം കൂടി നടത്തുകയാണ്. മലേഷ്യൻ ഫുഡ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞത് അവാർഡ് വിന്നിംഗ് ഫുഡ് ആൻഡ് ബിവറേജ് പറഞ്ഞ് ഇവിടെ ഒരു സെക്ഷൻ കൂടി ഉണ്ട്. എന്തെങ്കിലും കൊള്ളാന്ന് കിട്ടുമെന്നുള്ള നമുക്ക് നോക്കാം. ചിക്കൻ ഷവർമ 25 റിങ്കറ്റേ ഉള്ളൂ. ലാം ഷവർമ ഉണ്ട്. ഒന്ന് നോക്കിയിട്ട് വരാം അല്ലേ, നോക്കിയിട്ട് വരാം. എൻ്റെ അനിയൻ ഇപ്പോൾ കാനഡയിൽ നിന്ന് ഇത് കാണുന്നുണ്ടെങ്കിൽ അവൻ വിചാരിക്കുന്നുണ്ടോ ഇത് നിങ്ങൾക്ക് അങ്ങനെ തന്നെ വേണം, എന്തിനാണ് ഈ ആവശ്യമില്ല കുറേ വല്ല ഫ്രൈഡ് റൈസ് ചില്ലി ചിക്കനും പറഞ്ഞാൽ പറയാം. കാര്യം അവരെവിടെ ചെന്നാലും ഒന്നില്ലെങ്കിൽ പൊറോട്ട ബീഫ് അല്ലെ ഫ്രൈഡ് റൈസ് ചില്ലി ചിക്കൻ ഇതേ പറയാറുള്ളൂ. പൈസയെല്ലാം നടക്കാൻ തന്നെ ഭയങ്കര രസമാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു ഫ്രെയിമൊക്കെ കണ്ടതുണ്ട് നമ്മളെവിടെയോ യൂറോപ്പിലൊക്കെ എത്തിയ പോലെ. കുറച്ച് ഫോട്ടോ എടുത്താലും ഇവിടെ നിന്ന് നൈസായിരിക്കും. പൈസ ഇവിടെ ആക്ച്വലി ഒരു സംഭവമുണ്ട്, പൾസായി കൊറിയൻ ബാർബിക്യൂ എന്ന് പറഞ്ഞിട്ട്. ഇത് നമ്മളുടെ അവിടുത്തെ ബാർബിക്യൂ നേഷൻ പോലെ. അതുണ്ടോ ടേബിളിൻ്റെ നടുക്ക് ഇങ്ങനെ ഒരു കുഴി പോലെ ഉണ്ടാക്കിയിട്ട് അവിടെ ഇങ്ങനെ വേവുന്ന സാധനങ്ങൾ എടുത്തെടുത്ത് നമുക്ക് കഴിക്കാം. അതുപോലത്തെ ഒരു സംഭവം ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ഈ സ്ഥലം വേറൊരു വൈബ് അല്ലേ. അപ്പോൾ ഇവിടെയും കൂടെ നമുക്കൊന്ന് ചുറ്റി നടന്നിട്ട് എന്തെങ്കിലും തീരുമാനിക്കാം. മഷ്റൂം പാസ്ത, ചിക്കൻ, ഇതൊക്കെ നേരത്തെ പോലെ ആവോ? ഇല്ല, പക്ഷെ കണ്ടു ചിക്കൻ ബർഗർ ഒന്നും വലിയ പ്രശ്നം ഉണ്ടാവില്ലല്ലോ. വലിയ പ്രശ്നമില്ല. പൈസ അങ്ങനെ നമ്മൾ മലേഷ്യൻ സ്ട്രീറ്റ് ഫുഡ് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് എത്തി. ഇവിടെയും കൂടെ കയറി ഒന്ന് നടന്നു നോക്കിയിട്ടൊന്നും കണ്ടില്ലെങ്കിൽ നമ്മൾ പോയി ഷവർമ കഴിക്കും കേട്ടോ. ഇവിടെ നല്ല തിരക്കുണ്ട്. ഈ തിരക്കിൻ്റെ അർത്ഥം എനിക്ക് തോന്നുന്നു ഇവിടെ ആയിരിക്കും കുറച്ച് ആദായകരമായിട്ടുള്ള, വലിയ പൈസ ഇല്ലാതെ കിട്ടുന്ന ഇവിടെ ആയിരിക്കും. നല്ല ഭീകര തിരക്കുണ്ട് ഇവിടെ. പൈസ ഇപ്പോൾ ഇവിടെ നടന്നു കേട്ടാൽ നിങ്ങൾ ചിരിച്ചിരിച്ച് മരിക്കും. ഞാൻ അവസാനം വെറൈറ്റി ട്രൈ ചെയ്യാൻ വന്ന ഞങ്ങൾ നടന്ന് ശ്രീ പാണ്ഡി എന്ന് പറഞ്ഞ ശ്രീ പാണ്ഡി കറി ഹൗസ് എന്ന് പറഞ്ഞ ഒരു തമിഴ് റെസ്റ്റോറന്റ് കണ്ടതോടെ സ്വർഗ്ഗം കിട്ടി. അവനെ കുറച്ച് ബിരിയാണി റൈസ് 65 മറ്റേന്റെ മണമൊക്കെ അടിച്ചിട്ട് ഇത് കിട്ടിയപ്പോ എന്താല്ലേ സ്വർഗം കിട്ടിയ ഫീലിങ്. ഞങ്ങളുടെ നാടിനെ ഒന്ന് ഓർത്ത് സന്തോഷമായി. ഇവിടെ ഇവര് ക്യാഷ് എടുത്തില്ല, കാർഡ് എടുക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ എൻ്റെ അടുത്ത് ഇന്റർനാഷണലി ട്രാൻസാക്ഷൻസ് ഓൺ ആക്കിയ SBIയുടെ ക്രെഡിറ്റ് കാർഡ് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു കാർഡും കൂടെ നിങ്ങൾ കയ്യിൽ വെച്ചേക്കുന്നത് നല്ലതാണ്. കാര്യം ചില സ്ഥലത്ത് ഇതുപോലെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ക്യാഷ് എടുക്കില്ല, കാർഡ് എടുക്കുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാർഡില്ലെങ്കിൽ നമ്മൾ പെടും. കഴിക്കാം അല്ലേ? എങ്ങനെയുണ്ട് കഴിച്ചു നോക്കി? സ്വർഗം. നമ്മൾ കഴിച്ചിട്ടിറങ്ങി. ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം ഇതുണ്ടോ, നമുക്ക് ഒരു ഇന്ത്യൻ ആണോ തമിഴ് ഫീലിംഗ് വരാനാണോ എന്നറിയില്ല. നോക്കി ഇവിടെയൊക്കെ ആരൊക്കെയോ താമസിക്കുന്ന പോലെ ജനല് മുകളിൽ തുണിയൊക്കെ ഉണക്കായിട്ടേക്കുന്നത്. സത്യം പറഞ്ഞാൽ ഒന്നുമില്ല, ആ വാതിലിലേക്ക് അപ്പുറത്ത് മതിൽ തന്നെയാണ്. പക്ഷെ ആ ഒരു തമിഴ് ഒരു ഫീലിംഗ് വരാനാന്ന് തോന്നുന്നു. തുണിയൊക്കെ ഉണക്കായിട്ടേക്കുന്ന പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ഷവർമ ഉണ്ടല്ലോ, അത്യാവശ്യം വരറിഞ്ഞ്. സന്തോഷം. പൂജയുടെ മുഖം ഇപ്പോഴാണ് തെളിഞ്ഞത്. എന്തായിരുന്നല്ലേ അത്. ഗൈസ്, ഞാൻ നിങ്ങൾക്ക് ഒരു സജഷൻ പറയാം. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും വെറൈറ്റി ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് വെച്ചാൽ ഒരു കടയിൽ കയറിയിട്ട് നിങ്ങൾ ഇനി 3-4 പേരുണ്ടെങ്കിൽ പോലും ഒരു ഡിഷ് ഓർഡർ ചെയ്യുക, ഒരേ ഒരെണ്ണം. അത് വന്നു കഴിഞ്ഞിട്ട് അതിന്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഓക്കെയാണ് കഴിക്കാൻ പറ്റുമോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ഞങ്ങൾ ആദ്യമേ കയറി 2 ഓർഡർ ചെയ്തു. അപ്പോൾ ആ മിസ്റ്റേക്ക് നിങ്ങൾ കാണിക്കാതിരിക്കുക. എന്തായാലും ഇപ്പൊ തൃപ്തിയായി. ഗൈസ്, അപ്പോൾ ഇതാണ് ജെൻഡിങ് ഹൈലാൻഡ്സിന്റെ പുറത്ത് നിന്നുള്ള ഒരു വ്യൂ. ഇവിടെ പല ഹോട്ടൽസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു 6-7 ഹോട്ടൽസ് എന്തോ ഉണ്ട്. ഒരുപാട് റൂംസ് ഉണ്ട്. ഒത്തിരി പേർക്ക് ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റും. സത്യം പറഞ്ഞാൽ ഇവിടെ വന്ന് ഇതിൻ്റെ ഫുള്ള് വൈബ് എൻജോയ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 2 ദിവസമെങ്കിലും ഇവിടെ വന്ന് ഇവിടുത്തെ ഏതെങ്കിലും ഹോട്ടലിൽ സ്റ്റേ അടിച്ചാലേ ഇത് ഫുള്ള് നമുക്ക് ഇതാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ അല്ലാതുള്ള പാക്കേജിൽ വരുമ്പോൾ എന്ന് വെച്ചാൽ നമുക്കൊരു രാവിലെ തുടങ്ങി ഒരു വൈകുന്നേരം 6 മണി വരെയാണ് ഇവിടെ നമുക്ക് സമയം കിട്ടുക. അതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഇത് ഫുള്ളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. മെയിൻ ഏരിയാസ് ഒക്കെ ജസ്റ്റ് ഒന്ന് കണ്ട് പെട്ടെന്ന് ഇവിടുന്ന് പോകാമെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഇതൊരു വല്ലാത്ത ഫീൽ തന്നെ. അതുപോലെ ഇവിടെ ഈ ഒരു സ്ക്രീനിൽ ഇവിടുത്തെ ടെമ്പറേച്ചർ കാണിക്കുന്നുണ്ട്. അത് ഞാൻ ഈ വീഡിയോയിൽ എടുക്കുമ്പോൾ അത് മിന്നുന്നതാണ്. ആക്ച്വലി അവിടെ ഇപ്പോൾ കാണിക്കുന്നത് 19 ഡിഗ്രിയാണ് ഇവിടുത്തെ ടെമ്പറേച്ചർ എന്നുള്ളതാണ്. നല്ല അത്യാവശ്യം നല്ല തണുപ്പാണ്, സുഖമുള്ള തണുപ്പാണ്. പക്ഷേ സ്ലീവ്ലെസ് ഇട്ട് വന്നാൽ കാറ്റടിക്കുന്നതുകൊണ്ട് തണുപ്പ് നല്ല കൂടുതൽ ഫീൽ ചെയ്യും. അപ്പോൾ നമുക്കിനി സ്കൈട്രോപോളിസ് ഇൻഡോർ പാർക്കിലേക്ക് പോകാം. അങ്ങനെ ഫൈനലി നമ്മൾ നടന്ന് സ്കൈട്രോപോളിസ് ഇൻഡോർ തീം പാർക്കിലെത്തി. സുഹൃത്തുക്കളെ, ഈ കാണുന്നതാണ് നമ്മുടെ ടിക്കറ്റ്. അൺലിമിറ്റഡ് റൈഡ് പാസ് എന്നാണ് എഴുതിയേക്കുന്നത്. നമ്മുടെ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു. അപ്പോൾ എല്ലാ റൈഡിലും കയറാൻ പറ്റുമെന്ന് തോന്നുന്നു. പക്ഷേ മറ്റേ തലകുത്തി പോണൊക്കെ ഉണ്ടാവും, ഒന്നും വേണ്ടല്ലോ. എന്തായാലും നമുക്ക് അകത്ത് കയറി നോക്കാം. പൂജയ്ക്ക് ഇഷ്ടമുള്ള സാധനം കിട്ടി, ബബിൾസ്. ബബിളുടെ ഇടയിലേക്ക് പോണ്. അവർക്ക് മനസ്സിലായി അങ്ങോട്ട് ചെല്ലേന്ന് ബബിളി കളിക്കാൻ. കുഞ്ഞെ കൊച്ചാണെന്ന് അവർ വിചാരിച്ചാണ്. ഞങ്ങൾ കയറാൻ പോകുന്ന റൈഡ് കണ്ടുപിടിച്ചത് പോകുന്നത് അതുണ്ടോ, നല്ല ശാന്തമായിട്ട് പോണണ്ട, ഒരു വിഷയം ഇല്ലാണ്ട് പോകണ്ട്. അത് മതി. ഇതൊന്നും വേണ്ടടാ, ഇതൊന്നും വേണ്ട. ഇത് നോക്കി അങ്കിൾ ആന്റി വൈബ് മതി നമുക്ക്. ഇതൊന്നും വേണ്ട. ആ ശാന്തമായിട്ട് പോകുന്ന എന്തിലും ഞാൻ കയറും ഇന്ന്. കമോൺ ഗൈസ്, ഇവിടെ ഒരു മെയിൻ സംഭവം എന്ന് വെച്ചാൽ ഇതുണ്ട്, നമ്മുടെ തലയ്ക്ക് മുകളിൽ
മനോഹരമായ ഒരു സ്ക്രീൻ ഉണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഓരോ സംഭവങ്ങൾ മാറി മാറി വന്നുകൊണ്ടിരിക്കും. അതുണ്ടായിരുന്നോ? ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോ മോളിൽ നിന്ന് ലൈറ്റ് ആ സ്ക്രീൻ നോക്കിയേ. അയ്യോ നല്ല വലിപ്പമുണ്ട് കേട്ടോ. നല്ല നീളമുള്ള സ്ക്രീനാണ്. നല്ല രസം. അത് ഇവിടുത്തെ മൊത്തത്തിലൊരു മൂഡ് മൊത്തത്തിൽ എൻഹാൻസ് ചെയ്യുന്നൊരു സാധനമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് നമ്മൾ ഓരോ റൈഡിൽ കയറുമ്പോൾ സ്കാൻ ചെയ്യണമെന്ന് തോന്നുന്നല്ലേ? ഏതെങ്കിലും ഒരു റൈഡിൽ നമുക്ക് നിന്ന് നോക്കാം. നമ്മൾ നോക്കിയത് അവിടെയാന്ന് തോന്നുന്നു. അവിടെ എന്തൊക്കെയോ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു റൈഡിൽ കയറാം നമുക്ക്. പൈസ അങ്ങനെ കുറേ കറങ്ങി നടന്ന് നമ്മൾ കയറാൻ പോകുന്ന റൈഡ് തീരുമാനിച്ചത് ഈ കാണുന്നതാണ് കേട്ടോ. ഇതാകുമ്പോൾ വലിയ കുഴപ്പമില്ല. ചുമ്മാ കിടന്ന് കറങ്ങുള്ളൂ. നമുക്ക് മൊത്തത്തിൽ ഒന്ന് കറങ്ങിയിട്ട് വരാം. ഇതാകുമ്പോൾ വലിയ വെയിറ്റിംഗും ഇല്ല. അതായത് റൈഡ് ഒരു 3 മിനിറ്റ് ഒക്കെ ഉള്ള ഇറങ്ങി കഴിഞ്ഞാൽ കുറേ പേര് ഇറങ്ങും, കുറേ പേര് കയറും. അപ്പോൾ പിന്നെ നമുക്ക് അധികം വെയിറ്റിംഗ് ഇല്ലാണ്ട് തന്നെ കയറാൻ പറ്റും. റെഡിയല്ലേ? പൈസ ആക്ച്വലി നമ്മളുടെ ഇരുന്ന ടിക്കറ്റ് കൊടുത്തിട്ട് ഈ സാധനമായിട്ട് റിഡീം ചെയ്യണമായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ അത് പോയി ചെയ്തിട്ട് വന്നു. അപ്പോൾ ഇനി നമുക്ക് റൈഡിൽ കയറാം. ഇത് കയ്യിൽ കെട്ടിയാൽ മതി. സക്സസ്. അങ്ങനെ റൈഡിൻ്റെ തൊട്ടടുത്ത് വരെ എത്തി. അടുത്തതിൻ്റെ അടുത്തേൽ നമുക്ക് കയറാൻ പറ്റുന്നു. യെസ്, ഒരെണ്ണത്തിലെങ്കിലും കയറേണ്ട ഇവിടം വരെ വന്നിട്ട് കുറച്ച് സമയം കൂടെ ഉള്ളൂ. ഗൈസ് അങ്ങനെ ഏറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ഊഴം വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അതാ ചേച്ചി തുറക്കുന്നു. നമ്മൾ ഫസ്റ്റ് കയറാം. മറ്റേ നല്ല നല്ല സാധനം നോക്കി പിടി. അടിപൊളി കൊണ്ടോള. അയ്യോ ഇത് നിൽക്കുമ്പോൾ കറങ്ങി പോവാണ് സുഹൃത്തുക്കളെ. ഗൈസ് ഇത് ഇരിക്കാൻ കുറച്ച് പാടാണ്. ബെൽറ്റ് ഇടണോ? എനിക്കറിയില്ല. അവന് വേണ്ട ഈ ചേച്ചി ഫോട്ടോ എടുക്കാൻ വരാണ്. ആ ചേച്ചിയുടെ ഫോട്ടോ ഞാൻ എടുത്തു. ഓക്കെ റെഡി ചേച്ചി? താങ്ക് യു. ചേച്ചിയുടെ വിചാരം നമ്മളത് പൈസ കൊടുത്ത് മേടിക്കുന്ന ഗൈസ് എക്സൈറ്റ്മെന്റ് ഉണ്ടല്ല. അതായത് പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ പോലും ഇത്ര ഉണ്ടായിട്ടില്ല. അങ്ങനെ ഗൈസ് അടിപൊളി സാധനം. അടിപൊളി. അങ്കിൾ ആൻഡ് ആന്റി ഫ്രം കൊച്ചി. ആഹാ ചുറ്റിയിടന്ന് കാണാം. അടിപൊളി. നല്ല ശാന്തമായ റൈഡല്ലേ? ഈ റൈഡാണ് നമ്മൾ ആഗ്രഹിച്ചത്. നല്ല ഫീൽ അല്ലേ? നല്ല കാറ്റ്. വേറെ ആർ ലുക്കിംഗ് അല്ലേ? നല്ല ഫീൽ ഇല്ലേ? ആ പിള്ളേരും ഇതുണ്ട് ഇപ്പുറത്ത് നോക്കിയേ. ഇത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പിടിച്ച് കറക്കാം. പക്ഷെ കറക്കി കഴിഞ്ഞാൽ പിന്നെ തല ഇറങ്ങും. ഇത് ഏതാണ്ട് കറക്റ്റ് 3 മിനിറ്റ് ആണല്ലേ റൈഡ്? ആ കഴിഞ്ഞ് കയറി ഒന്ന് എൻജോയ് ചെയ്ത് വന്നപ്പോഴത്തേക്കും കഴിഞ്ഞ്. അടിപൊളിയായിരുന്നു ഗൈസ്. അപ്പോൾ എന്തായാലും വേറെ ഏതെങ്കിലും റൈഡും കൂടി നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് കയറാൻ പറ്റിയതുണ്ടോ എന്ന് നോക്കാം. റൈഡ് കഴിഞ്ഞിറങ്ങി സുഹൃത്തുക്കളെ. സൂപ്പർ ആയിരുന്നു അല്ലേ? നല്ല രസം. കുറേ നാൾ കഴിഞ്ഞ് നമ്മൾ സ്കൂൾ ടൂറൊക്കെ ഓർമ്മ വന്നു. ഗൈസ് നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ബീസ്റ്റ് കിങ്ഡം എന്ന് പറഞ്ഞ ഇവിടെ ഉള്ളൊരു കടയിൽ വന്നേക്കാണ്. ഇവിടെ നോക്കിയാൽ ടോം ആൻഡ് ജെറി തുടങ്ങിയ ക്യാരക്ടേഴ്സിൻ്റെ ഒക്കെ സംഭവങ്ങൾ. പക്ഷേ ഇതിൻ്റെ വിലയാണ് 519 റിങ്കറ്റ്. ഈ ടോമിൻ്റെ പടത്തിന് 2854 റിങ്കറ്റാണ്. എൻ്റെ പൊന്നെ. 1000 റിങ്കറ്റ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 18,000 രൂപയ്ക്ക് മീതാണ്. ഇതൊക്കെ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ കണ്ടുപോകാന്നുള്ളതുള്ളൂ. പിള്ളേരായിട്ട് ഇങ്ങോട്ടൊന്നും വന്നേക്കരുത്. സ്കാറ്റ് വുമൻ്റെ ഒരു ഉഗ്രൻ ആക്ഷൻ ഫിഗർ കേട്ടോ. നല്ല ലുക്ക് അത് കാണാനായിട്ട്. ഇതിന് 2000 റിങ്കറ്റാണ്. 2050 റിങ്കറ്റാണ്. എന്താ അല്ലേ? സൂപ്പർ സാധനം. ഓക്കെ അങ്ങനെ ഫൈനലി ജെൻഡിങ് ഹൈലാൻഡ്സ് എന്ന അത്ഭുത ലോകത്തോട് ഗുഡ് ബൈ പറഞ്ഞ് നമ്മൾ തിരിച്ച് കേബിൾ കാറിലേക്ക് കയറാൻ പോകണം. കാര്യം നല്ല ക്യൂ ഉണ്ട്. ഇപ്പോഴേ നിന്നാലേ നമുക്ക് 6 മണിയോടെ താഴെ എത്താൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. ഇനി ഒരു അതിമനോഹര കേബിൾ കാർ റൈഡിലേക്ക് ഇപ്രാവശ്യം കോടയില്ലെങ്കിൽ കുറച്ചുകൂടെ നല്ല വ്യൂസ് കാണാൻ പറ്റും എന്ന് വിശ്വസിക്കുന്നു. ലെറ്റ്സ് ഗോ. ഓക്കെ അങ്ങനെ പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് താഴെ ഇറങ്ങി. ഗെൻഡിങ് ഹൈലാൻഡ്സ് ഒരു വല്ലാത്ത അനുഭവം തന്നെയായിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോൾ കൊലാലംപൂർ എന്ന് പറഞ്ഞ പോലെ ഗെൻഡിങ് ഹൈലാൻഡ്സ് ആക്ച്വലി വേറൊരു ഡെസ്റ്റിനേഷൻ തന്നെയാണ്. ഇവിടെ വന്നാൽ സത്യം പറഞ്ഞാൽ നിങ്ങൾ അവിടെ 2 ദിവസം സ്റ്റേ ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമാണ് അത് മൊത്തമായിട്ട് കണ്ട് എക്സ്പ്ലോർ ചെയ്ത് വരാൻ പറ്റുള്ളൂ. അതെ, ഇത്രയും സമയമൊന്നുമല്ല. അതെല്ലാം നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ നിങ്ങളും എൻജോയ് ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എനിക്കറിയാം അവിടെ ഭയങ്കര ബഹളം ഇതൊക്കെ ആയിരുന്നു. എത്രത്തോളം ക്ലിയർ ആയിട്ട് കാര്യങ്ങളൊക്കെ ഇതിൽ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. തീർച്ചയായിട്ടും എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മൾ ഇനിയിപ്പോൾ വണ്ടി കയറി 1 മണിക്കൂറത്തെ ഡ്രൈവിലേക്ക് പോവുകയാണ്. അപ്പോൾ മലേഷ്യൻ വീഡിയോസ് അവസാനിക്കുന്നില്ല. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് നമ്മൾ മിസ്റ്റർ വ്ലോഗ്സ്. I'll see you in my next video. Until then you take care. Bye bye from Genting Highlands. കഴിക്കൂലേ? അപ്പൊ 2 ഞാൻ തിന്നണം. പൂജയായിട്ട് കഴിക്കാൻ വന്നു കഴിഞ്ഞാൽ വിഷയമാണ്. അവിടെ കണ്ട ഷവർമ മേടിച്ച് കഴിക്കും. അതാവുമ്പോൾ സേഫ്. പൂജ എവിടെ? What do you feel? I feel cold and hungry.